എല്ലാ ദിവസവും പപ്പയും രാജുവുമായിട്ട് രാജുവിന് ട്രെയിൻ കാണുന്നത് ഭയങ്കര ഇഷ്ടം. ഒറ്റ മോൻ മാത്രമാണ് രാജു. അങ്ങനെ എല്ലാ ദിവസവും പോയി. ഒരു ദിവസം രാജുവും പപ്പയുമായിട്ട് രാജുവിന്റെ പപ്പ എഞ്ചിന്റെ ആ റൂമില് ഈ ബ്രിഡ്ജ് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാബിനകത്തുണ്ട്. രാജു തൊട്ട് താഴെ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ബ്രിഡ്ജിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ വരുന്ന സമയത്ത് ബ്രിഡ്ജ് താഴ്ത്തി കൊടുക്കണം. കപ്പലുകൾ പോകുമ്പോൾ ഈ പാലം ഉയർത്തി കൊടുക്കുക. ഈ ജോലിയായിരുന്നു രാജുവിന്റെ പപ്പ ചെയ്തത്. സിഗ്നൽ വരുന്നതനുസരിച്ച് ഈ പാലം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് സിഗ്നൽ സിസ്റ്റത്തിൽ ഉണ്ടായ എന്തോ ഒരു തകരാറ് നിമിത്തം സിഗ്നലുകൾ ലഭിക്കാതെ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. നിറയെ ആളുകളുമായി വരിക. പാലം ഉയർന്നിരിക്കുക. ഒരു കപ്പൽ പോകാൻ വേണ്ടി പാലം ഉയർത്തി വെച്ച് അതേ സ്ഥിതിയിൽ പാലം ഉയർന്നിരിക്കുക. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളുമായി വരുന്ന ട്രെയിൻ ആ നദിയിലേക്ക് പതിച്ച് അവരെല്ലാവരും മരിക്കാൻ പോവുകയാണ്. രാജുവിന്റെ പപ്പായ്ക്ക് സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ക്യാബിനിൽ തന്നെ ഇരുന്നു. എന്നാൽ ദൂരെ നിന്ന്, പണ്ടത്തെ ട്രെയിനാണ്, ഡീസൽ എഞ്ചിന്റെ പുക ഉയരുന്നത് കണ്ട് രാജു ഉറക്ക വിളിച്ചു. കുഞ്ഞ് 12 വയസ്സേ ഉള്ളൂ. ഡാഡി ഡാഡി. എന്നാൽ ക്യാബിനകത്ത് അടച്ചിരുന്നത് കൊണ്ട് രാജുവിന്റെ പപ്പ അത് കേട്ടില്ല. അല്പസമയം എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. പാലം എങ്ങനെയും താഴ്ത്തണം. ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. പപ്പ ഇനി അത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ തന്നെ ചെന്ന് എഞ്ചിൻ റൂമിൽ ഇറങ്ങി മാനുവലായിട്ട് ആ ലിവർ പ്രവർത്തിപ്പിച്ച് പാലം ഞാൻ താഴ്ത്താൻ പോവുകയാണ്. അപ്പോഴേക്കും ട്രെയിനിങ്ങിന് അടുത്ത് വന്നുകൊണ്ടിരുന്നു. ചില നിമിഷങ്ങൾ മാത്രമേ. വേഗത്തിൽ ആ ക്യാബിന്റെ എഞ്ചിൻ മുറി ഒരു കുഴിയാണ്. ആ കുഴിയുടെ അടപ്പ് തുറന്ന് അവൻ അതിലേക്ക് പതുക്കെ പതുക്കെ തല താഴ്ത്തി വെച്ച് ഇറങ്ങി അവൻ ലിവർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും രാജുവിന്റെ പപ്പ പെട്ടെന്ന് പുറത്തു നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. സിഗ്നലുകൾ അപ്പോൾ ലേറ്റായി വന്നു കഴിഞ്ഞു. ഒരു ട്രെയിൻ വേഗത്തിൽ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുമായി. പാലം വേഗത്തിൽ നോക്കുക. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ രാജുവിനെ കാണുന്നില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ഭയമുണ്ടായി. രാജു എഞ്ചിൻ റൂമിനകത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. എനിക്കൊരു തീരുമാനമെടുത്തേ പറ്റൂ. ഒന്നുകിൽ എഞ്ചിൻ ഞാൻ താഴ്ത്തണം, പാലം താഴ്ത്തി ട്രെയിനിലെ ആളുകളെ രക്ഷിക്കണം. പക്ഷേ എന്റെ പിഞ്ചു കുഞ്ഞ്, എന്റെ ഓമന കുമാരൻ ആ എഞ്ചിന്റെ മുറിയിൽ ചതഞ്ഞരഞ്ഞ് മരിക്കപ്പെടും. അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഇതാ, പാലം ഞാൻ താഴ്ത്തത്തില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും. പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ആയിരക്കണക്കിന് ട്രെയിൻ യാത്രക്കാർ. ഒടുവിൽ ആ പിതാവ് തീരുമാനമെടുക്കുക. വേദനയോടെ താൻ സ്വിച്ച് ഓൺ ചെയ്ത് പാലം താഴ്ത്താൻ തീരുമാനിച്ചു. പാലം താഴ്ന്നു. ട്രെയിൻ സ്മൂത്തായി അതിൽ പാസ് ചെയ്ത് പോവുകയാണ്. ട്രെയിനകത്തെ യാത്രക്കാർക്ക് അറിയത്തില്ല തങ്ങളുടെ ജീവൻ ലഭിച്ചത് ഒരു കുഞ്ഞിന്റെ മരണം നിമിത്തമാണ്. ഒരു ഏകജാതനായ മകൻ മരിച്ചത് നിമിത്തമാണ് തങ്ങൾക്ക് ജീവൻ മടക്കി കിട്ടിയതെന്നറിയാതെ അവർ ആഘോഷപൂർവ്വം യാത്ര ചെയ്യുകയാണ്. പിതാവ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞിന്റെ നിശ്ചലമായ ശരീരമാണ്. അതും എടുത്തുകൊണ്ട് ആ പിതാവ് ട്രാക്കിലൂടെ നടക്കുന്നൊരു കാഴ്ചയുണ്ട്. നടന്നൊരു സംഭവം അറിയപ്പെട്ടവരെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ സൃഷ്ടിച്ചൊരു പിതാവ്, ആ പിതാവിന്റെ ഏക മകൻ, ആ മകന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. കാൽവറി ക്രൂശിൽ വേണമെങ്കിൽ മരിക്കാതിരിക്കാമായിരുന്നു, വേണമെങ്കിൽ ക്രൂശ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ എന്തിനു മരിച്ചെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ജീവൻ നാശത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടി കൂടിയാ യേശു മരിച്ച്. നിങ്ങൾക്ക് അതൊന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഈ ജീവിതത്തിന്റെ ഗതി ദൈവം മാറ്റുക കേട്ടോ. ഇന്ന് ദൈവം മാറ്റാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറ്റുകയാ, ഷിഫ്റ്റ് വരാൻ പോകുകയാ. എനിക്ക് വേണ്ടി യേശു മരിച്ചു. പക്ഷെ യേശു മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഇന്നും ജീവിക്കുന്നുണ്ട്. അവനേറ്റ അടികൾ എനിക്ക് വേണ്ടിയാ. ആമീൻ. അവനെ തുപ്പിയത്, ആമീൻ, അവന്റെ കയ്യിൽ ആമീൻ ആണികൾ അടിച്ചത് എനിക്ക് വേണ്ടി. അവൻ വേദന സഹിച്ചു മരിച്ചു. ജീസസ്. ആ യേശുവിനോടൊപ്പം ഈ ദിനം ചേർന്ന് വരുവാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാര്, ഞാൻ ചോദിക്കുമ്പോൾ ധൈര്യപൂർവ്വം തീരുമാനത്തോടെ നിങ്ങളുടെ വലത്തെ കൈ ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ. യേശുവിനോടൊപ്പം അടുത്ത നിമിഷം മുതൽ ഞാൻ ജീവിതം ആരംഭിക്കുമെന്ന് പറയുന്ന കൂട്ടുകാർ എല്ലാ കണ്ണുകളും അടച്ചേ. മോനെ ശരത്,
ഇപ്പൊ സംസാരിക്കേണ്ട സമയമല്ല. എല്ലാ കണ്ണുകളും അടച്ചിരിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് പ്ലീസ് ക്ലോസ് യുവർ ഐസ്. നിങ്ങൾ വേറൊരാളെ നോക്കണ്ട, നിങ്ങൾ മാത്രം നിങ്ങളോട് നോക്കിയാൽ മതി. ദൈവം നിങ്ങളോട് പറയും, നീ ഒരു പാപിയാണ്. ദൈവം പറയുന്ന കേട്ടോ, ആ പാപത്തിന്റെ ശമ്പളം മരണമാ. അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശു എന്നെ രക്ഷിക്കുന്നു, യേശു എന്നെ രക്ഷിക്കാനായി മരിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. എത്ര കൂട്ടുകാർ കര ഉയർത്തും? ചില കൂട്ടുകാരുടെ കര ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക.